ഹായ് ഫ്രണ്ട്സ്, ഞാൻ തസ്ലീമ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് സ്ക്രാപ്പ് ബുക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ക്രാപ്പ് ബുക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് 15 സെൻറ്റിമീറ്റർ ആണ്. ഈക്വലായിട്ട് എല്ലാ ഭാഗവും 15 സെൻറ്റിമീറ്ററിലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു സ്ക്രാപ്പ് ബുക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് സിമ്പിളായിട്ടുള്ള രീതിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ബിഗിനറായിട്ടുള്ള ഒരാൾ പോലും ചെയ്യുകയാണെങ്കിലും അവർക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിൽ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ക്രാപ്പ് ബുക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് മെഷർമെൻ്റ് ഒക്കെ എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പേപ്പറോ എന്തെങ്കിലുമൊക്കെ കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും. കാരണം മെഷർമെൻറ്റ് കറക്റ്റായാൽ മാത്രമേ ഒരു സ്ക്രാപ്പ് ബുക്ക് ഉണ്ടാക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വരത്തുള്ളൂ. ഈ ഒരു കവറിന് നമ്മൾ ചെയ്തിട്ടുള്ളത് 15x15 നമ്മൾ ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നടുക്കുള്ള ആ ഒരു ബോർഡ് നമ്മൾ എടുത്തിട്ടുള്ളത് 15x5 എടുത്തിട്ടുള്ളത്. അപ്പോൾ മെഷർമെൻറ്റ് ഞാൻ സൈഡിൽ കൊടുക്കാം. അപ്പോൾ അതൊന്ന് എഴുതിയെടുക്കുക. എന്നിട്ട് നമ്മൾ ബുക്കൊക്കെ പൊതിയില്ലേ, അതുപോലെ തന്നെ നമ്മൾ സൈഡൊക്കെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നടുകിലുള്ള ആ ഒരു പോർഷന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രിൻ്റർ ഷീറ്റ് ജസ്റ്റ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ്. ഇനിയിപ്പം മുമ്പ് ഒരു സ്ക്രാപ്പ് ബുക്കിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ഭാഗം ചെയ്യുന്നത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ തന്നെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഭാഗം മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ സെയിം ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ മെഷർമെൻറ്റിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതൊന്ന് ഇതിൻ്റെ സൈഡിൽ എഴുതി വെക്കുമ്പോൾ അതൊന്ന് നോട്ട് ചെയ്തെടുത്താൽ മതി. നടുക്ക് നമ്മൾ ഈ ഒരു പേപ്പർ ഒട്ടിക്കേണ്ട ഈ ഒരു ഭാഗത്തിൻ്റെ മെഷർമെൻറ്റും സൈഡിൽ കൊടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ള പേപ്പേഴ്സ് 7 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററുമാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ രണ്ട് സൈഡും ഓരോ സെൻറ്റിമീറ്റർ വീതം സ്കോർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് വലുത് താഴെ, അതിന് മുകളിൽ അതിലും ചെറുത്, അങ്ങനെ വെച്ച് 3 ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ നമ്മൾ നടുക്ക് യൂസ് ചെയ്യുന്നത് നല്ല കട്ടിയുള്ള പേപ്പേഴ്സ് എടുക്കാൻ ശ്രദ്ധിക്കുക. പ്രിൻറ്റഡ് പേപ്പർ തന്നെ കട്ടി കുറഞ്ഞത് കട്ടി കൂടിയത് വരുന്നുണ്ട്. അപ്പോൾ ഈ നടുവിൽ കൊടുക്കുമ്പം നല്ല കട്ടിയുള്ള പേപ്പേഴ്സ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. പ്രിൻറ്റഡ് പേപ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ പുറംചട്ടയൊക്കെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉള്ളിലേക്കുള്ള പേജസാണ് വെച്ച് കൊടുക്കുന്നത്. അത് നമ്മൾ എടുത്തിട്ടുള്ളത് 14x14 സെൻറ്റിമീറ്ററിലാണ് എടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ പുറംചട്ട 15 സെൻറ്റിമീറ്റർ ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലായി നിൽക്കേണ്ട രീതിയിൽ ഉള്ളിലുള്ള പേജസ് എടുക്കുക. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് 14 സെൻറ്റിമീറ്ററിലാണ് ഈ ഒരു ഉള്ളിലുള്ള പേജസൊക്കെ എടുക്കേണ്ടത്. എന്നിട്ട് അതിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ പ്രിൻറ്റഡ് പേപ്പേഴ്സ് വെച്ച് കൊടുക്കുകയാണ്. വക്കിൽ ഇതുപോലെ ബ്ലാക്ക് കളർ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ 14 സെൻറ്റിമീറ്റർ ആണല്ലോ നമ്മൾ ബ്ലാക്ക് പേപ്പർ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് മുകളിൽ ഒട്ടിക്കാനുള്ള പേപ്പേഴ്സ് ഉണ്ടാവില്ലേ, പ്രിൻറ്റഡ് പേപ്പേഴ്സ്, അതൊക്കെ തന്നെ നമ്മൾ അതിലും കുറച്ചും കൂടെ കുറഞ്ഞ അളവിലെടുക്കണം. ഇപ്പോൾ 13 എടുക്കാം, അതുപോലെ തന്നെ 13.5 നമുക്ക് എടുക്കാം. അപ്പോൾ ആ ഒരു രീതിയിൽ എടുത്താലാണ് നമുക്ക് പുറത്ത് നമുക്കൊരു ഫ്രെയിം പോലെ ബ്ലാക്ക് കളർ കിട്ടത്തുള്ളൂ. പോൾറോയിഡ് ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വൈറ്റ് പേപ്പർ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് ഫോട്ടോ കൊടുത്തിട്ട് ആ പോൾറോയിഡ് ഫോട്ടോൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പോൾറോയിഡ് ഫോട്ടോയ്ക്ക് നമ്മൾ പ്രിൻ്റ് എടുക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് തന്നെ നമുക്ക് പ്രിൻ്റ് എടുക്കാവുന്നതാണ്, ആ ഒരു രീതിയിൽ തന്നെ. അപ്പോൾ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് പ്രിൻ്റ് എടുക്കാം. പക്ഷേ നമുക്ക് നമ്മൾ ഈ ഒരു ഫോട്ടോ ഒക്കെ പ്രിൻ്റ് എടുത്തതിന് ശേഷമാണ് കസ്റ്റമർ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വൈറ്റ് പേപ്പറിൽ ആ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ട് ചെയ്തത്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നതൊക്കെ തന്നെ റെഡ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു റെഡ് ബോർഡർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് താഴ്ഭാഗത്തൊരു റെഡ് കാർഡ് സ്റ്റോക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആദ്യം ഫോട്ടോ കട്ട് ചെയ്തതിന് ശേഷം താഴ്ഭാഗത്തൊരു റെഡ് കാർഡ് സ്റ്റോക്ക് ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മളിതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ സ്റ്റാർ സ്റ്റിക്കേഴ്സാണ്. സ്റ്റിക്കേഴ്സ് പ്രിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ നമുക്ക് വാങ്ങിക്കാനും കിട്ടും. ഇത് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള സ്റ്റിക്കറാണ് ഈ സ്റ്റാറിൻ്റെ. പോൾറോയിഡ് ഫോട്ടോ വെച്ചിട്ടുള്ള ആ ഒരു ഭാഗം നമ്മൾ ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഒരു പ്രിൻറ്റഡ് പേപ്പർ എടുത്തിട്ട് അതിൻ്റെ 3 സൈഡ്സ് ഒട്ടിച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഒരു പോക്കറ്റ് പോലെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കവർ ഫോട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്റ്റിക്കേഴ്സൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ള സ്റ്റിക്കേഴ്സാണ്. ഈ ബട്ടർഫ്ലൈ ഇതുപോലെ തന്നെ വാങ്ങിച്ചതാണ്. നമ്മൾ ജസ്റ്റ് മാച്ചിങ് കളർ സെലക്ട് ചെയ്തെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ആനിവേഴ്സറി എന്നുള്ളതുണ്ടല്ലോ, 2nd നമ്പറിൻ്റെ താഴെയുള്ളത്, ആ ഒരു 2nd ആനിവേഴ്സറി എന്നുള്ളത് വേറെ സ്റ്റിക്കറാണ്. അത് രണ്ടും കൂടെ കൂട്ടി ഒട്ടിച്ചു കൊടുത്തതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ബ്ലാക്ക് നെയിം ഉണ്ടല്ലോ, അതിൻ്റെ താഴ്ഭാഗത്ത് നമ്മളൊരു ഗോൾഡൻ ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഭംഗിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു സ്ക്രാപ്പ് ബുക്കിൻ്റെ വീഡിയോ. അതുപോലെ സ്റ്റിക്കർ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു പോൾറോയിഡ് ഫോട്ടോൻ്റെ പോക്കറ്റ്. അപ്പോൾ നിങ്ങൾക്കുള്ള എല്ലാ ഡൗട്ടുകളും കമൻറ്റിലൂടെ അറിയിക്കുക.
നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും താഴെ കൊടുക്കാം. അപ്പോൾ താങ്ക്